ഒരു കാഷ്വൽ ആയിട്ടാണെങ്കിലും നമുക്കൊരു ഒക്കേഷണൽ വെയറിന് കുറച്ചൊരു ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്ന ഒരു ബോട്ടം ഒക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആൻഡ് അതിന്റെ കൂടെ തന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെയുള്ള ഒരു ലൈറ്റ് ഒക്കേഷൻസിനും കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ക്രീമിനകത്തൊക്കെ നമുക്ക് എപ്പോഴും കാണാം. എനിക്ക് ബ്രൗൺ ആക്ച്വലി ഇതിട്ട് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ബ്രൗൺ ഇഷ്ടപ്പെട്ടു. ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലും ലാവൻഡർ ഷെയ്ഡിലുമാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഒരു കോട്ടൺ സിൽക്ക് വീവിങ്ങിലാണ് കേട്ടോ ഈ ഒരു ഫാബ്രിക് വന്നിരിക്കുന്നത്. വളരെ സ്ലബ് കോട്ടൺ വീവിങ്. സ്ലബ് കോട്ടണിലാണ്. അതെ, സ്ലബ്സ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ആക്ച്വലി ഗൗരി ഇപ്പൊ വേറെ ചെയ്തേക്കുന്നതിനകത്ത് ഒരു ഡബിൾ ഷെയ്ഡ് ഉണ്ട്. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ആ ഡബിൾ ഷെയ്ഡിന്റെ ഫീല് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നടന്ന് വന്നത്. അതിനകത്ത് ഗ്രീനിന്റെ ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രേ കളറിന്റെ ബോട്ടോ ഗ്രീൻ കളറിന്റെ ബോട്ടോ ഒക്കെ ഇട്ട് പെയർ ചെയ്യാം. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ മറ്റേ JKL 155ന്റെ സൽവാർ സെറ്റ് അപ്പൊ അത് പോലെ തന്നെ ഈ എംപയർ ലൈൻ വന്നേക്കുന്ന കാരണം ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഫിസിക് ഇച്ചിരി പ്ലം ആയിട്ടുള്ളവർക്കും ഒക്കെ ഒതുക്കം കിട്ടാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്നത്തെ ഒരു സൽവാർ സെറ്റ്, കുർത്ത സെറ്റ്. അത് സൽവാർ സെറ്റ് ആയിട്ട് വേറെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ TCയുടെ ബോട്ടം ഇല്ലേ, കട്ട് വർക്ക് ബോട്ടംസ്, അങ്ങനത്തെ ബോട്ടംസ് ഇട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അത് ശരി. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അങ്ങനെ ഒരു കുറച്ചൊരു ലൈറ്റ് ഒക്കേഷനിലോട്ട് ഞാൻ കേട്ടില്ല. ഗൗരി തുടങ്ങിയ സെക്ഷൻ ഒന്നും ഞാൻ അധികം കേട്ടില്ല. ഇവിടെ ഇച്ചിരി വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാനും ചെരുപ്പിട്ടിട്ടുണ്ട്. സാരി ആയത് കാരണം ഇച്ചിരി. ഇത് പക്ഷെ നമ്മുടെ ഇൻഡിഗോ കളക്ഷനാ, കളർ ബ്ലീഡ് ചെയ്യാതെ. അതെ, നമ്മളിതിന്റെ ഒരു വീഡിയോ ഞാൻ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഉറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വന്നേക്കുന്നത് VS എന്ന കോഡിലാണ്. ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് അല്ലേ? ബഡ്ജറ്റ് റേഞ്ച് 1299 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത്. ആൻഡ് M2 എല്ലാ സൈസസും ഉണ്ട്. ഇത് നമുക്ക് വിതൗട്ട് ലൈനിങ് വരുന്ന കളക്ഷൻ. അത്യാവശ്യം നമുക്ക് വേണ്ട കട്ടി, ഭയങ്കര തിക്കെന്നല്ല, വേണ്ട കട്ടി, കംഫർട്ടബിൾ ആയിട്ട് ഒരു സെമി പാർട്ടി ലുക്കിലും പാർട്ടി വെയർ ലുക്കിലും. പിന്നെ ഇങ്ങനത്തെയൊക്കെ കളേഴ്സ് ഉണ്ടല്ലോ, ഈ രണ്ട് ഷെയ്ഡ്സും നമുക്ക് ടെസേഴ്സിന്റെ ദുപ്പട്ടാസ് ഒക്കെ കയ്യിലുള്ളവർക്ക്, ലക്നൌവി ദുപ്പട്ടാസ് കയ്യിലുള്ളവർക്കൊക്കെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടും നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ രണ്ടെണ്ണം വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഗൗരിയുടെ വെയർ ചെയ്ത ഫോട്ടോസ് നിങ്ങൾക്ക് കാണാമായിരിക്കും. ലൈലാക്ക് കളറാണ്, കോളർ നെക്ക് പാറ്റേൺ ആണ്, 3/4 സ്ലീവ് ആണ്, സ്ലിറ്റഡ് ആണ്, വിത്ത് പോക്കറ്റ് ആണ്. അത്യാവശ്യം വലിയ പോക്കറ്റാണ്. അത് നമ്മുടെ ഒരു അത്യാവശ്യം ഇപ്പോഴത്തെ വലിയ ഹോൺസ് ഒക്കെ ഇടാനായിട്ടുള്ള കംഫർട്ട് സോണും കൂടെ ഉള്ള പോക്കറ്റ്സും ആണ്. എംപയർ ലൈനിലുള്ള ഒരു ലുക്ക് അവിടെ കൊടുത്തേക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഫ്രണ്ടിലാണ് അതിന്റെ കട്ടിങ് വന്നിരിക്കുന്നത്. 2 പാനലിന്റെ അകത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് മാത്രമാണ് എംപയറിന്റെ ആ ഒരു ലുക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ കോളറിലും ഫുൾ വർക്ക് വരുന്നുണ്ട്, റൗണ്ട് ദ നെക്ക് വരുന്നുണ്ട്. സ്ലീവ്സ് പ്ലെയിൻ, സ്ലീവ്സ് സോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു പാനൽ ഡീറ്റെയിലും കൂടെ അവിടെ എഡ്ജിനായിട്ട് ഫിനിഷിംഗ് പടി ഡീറ്റെയിലിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ പോട്ട്ലീസ് വരുന്നുണ്ട്. തെർമോകോൾ പോട്ട്ലീസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. തെർമോകോൾ പോട്ട്ലീസ് ഉള്ള ഡ്രസ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡയറക്റ്റ് പ്രസ് അയൺ ചെയ്യരുത്. തെർമോകോൾ എന്ന് പറയുമ്പോൾ അതങ്ങ് ചുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് പ്രസ് ചെയ്ത് അയൺ ചെയ്യാതിരിക്കുക. അപ്പം ഇന്നത്തെ ഈ കളക്ഷൻ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് www.aham.store VS 117 priced at 1299 and BLD 277 priced at 949. ബംഗാൾ കോട്ടൺ സാരീസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ജാംദാനി വീവിങ് സ്റ്റൈലിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആ ഒരു ജാംദാനി വീവിങ് സ്റ്റൈൽ ഞാൻ പറയാൻ കാരണം അതിൻ്റെ ആ ഒരു ഡിസൈൻസ് വന്നേക്കുന്ന ആ ഒരു രീതി നമ്മൾ ജാംദാനിയിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ലുക്കാണ്. ആൻഡ് ഫുൾ നമുക്ക് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ലുക്കില്ല. നമ്മൾ കോട്ടൺസിൻ്റെ അകത്ത് എപ്പോഴും കാണുന്ന ഈ ഒരു ബംഗാൾ കോട്ടൺസിനകത്ത് കാണുന്ന കളർ പാലറ്റിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് എനിക്ക് ആക്ച്വലി ഈ ഒരു കളക്ഷൻ്റെ അകത്ത് ഫീലും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമായിട്ടാണ് ആ സാരീസ് വന്നിരിക്കുന്നത്. സ്റ്റാർച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്യുവർ കോട്ടൺ സാരീസുമാണ്. നമുക്ക് ഒരു സ്റ്റാർച്ച് ചെയ്തോ വിതൗട്ട് സ്റ്റാർച്ച് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൽ ലുക്കിലൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാലും ഭംഗിയുള്ള സാരീസ് ആട്ടോ. ആൻഡ് ഇറ്റ്സ് ഗോട്ട് എ ബോർഡർ, ഒരു കുറച്ച് അത്യാവശ്യം തിന്നായിട്ട് വന്നിരിക്കുന്ന ഒരു നേവി കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ദ ബോർഡർ വി ഹാവ് ദിസ് ഫ്ലോറൽ ലൈൻസ്. ആൻഡ് ഇതിനകത്തൊരു ഡയഗണലി പ്ലേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേണിൽ ഫ്ലോറൽ ഡിസൈൻസ്. ജാംദാനിയുടെ ഒരു സ്റ്റൈൽ ചെറുതായിട്ട് അതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് നമുക്കിതിൻ്റെ ഒരു ഇൻസൈഡ് പോർഷനും കൂടി നോക്കാം. ദിസ് കംസ് വിതൗട്ട് ബ്ലൗസ്. ഒരു പല്ലുവാണ്. ഇത് പല്ലു നല്ല ഹെവി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഐ ലവ് ദ പല്ലു. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു ഇൻസൈഡ് പോർഷൻ. അപ്പോൾ കുറച്ചൊരു ലൂസി ആൻസ് ഇൻ ബിറ്റ്വീനൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് പല്ലുവാണ്, പക്ഷേ ഇതിനകത്തും നമുക്ക് ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ത്രെഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഹാവ് ടു ബി എ ലിറ്റിൽ ബിറ്റ് കെയർഫുൾ എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഭയങ്കരമായിട്ട് കൊണ്ട് വലിയുന്ന പ്രശ്നം അതിനകത്ത് വരുന്നില്ല ആക്ച്വലി. ദി
ഗ്രീൻ ഷെയ്ഡ്, ഒരു പേസ്റ്റൽ പിസ്ത ടോണിനോട് പോയിക്കുന്ന ഗ്രീനാണ്. അതിൻ്റെ അകത്ത് കളർ കോമ്പിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് 2 tones ഓഫ് ഗ്രീൻ, വയലറ്റ് ആൻഡ് ലൈലാക്ക് ആൻഡ് ഓറഞ്ച് ആൻഡ് യെല്ലോയിഷ് ടോണും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ. ആൻഡ് ദിസ് ഇസ് ഒരു ബ്രൗൺ ബർഗൻഡി ടോണാണ് ഇതിനകത്ത് ആക്ച്വലി ഈ വീവിങ് സ്റ്റൈലിൽ വൈൻസിനും ലീവ്സിനുമായിട്ട് കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. സ്റ്റാർച്ച്ഡാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് വൺ ടൈം ഒക്കെ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ലെവൽ അങ്ങ് മാറും കേട്ടോ. യു ക്യാൻ കൺവീനിയൻ്റ്ലി സ്റ്റാർച്ച് അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസസ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ. ഇതും ഒരു ലൈലാക്ക് ടിൻ്റാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. വൺ സൈഡിൽ ഞാൻ ഈ ഒരു വൈറ്റിഷ് ടോണാണ്, ആൻഡ് വൺ സൈഡ് ലൈലാക്ക് ടോണും കൂടെയാണ്. അപ്പോൾ ഒരു സോബർ വൈറ്റ് ചേരുമ്പോൾ ഉള്ള ഒരു ടോൺ വരുമല്ലോ, അങ്ങനെ ഒരു ടോണിലാണ് വന്നിരിക്കുന്നത് വിത്ത് കോൺട്രാസ്റ്റ് ബോർഡർ. ഫുൾ ബോഡിയിൽ ചെക്ക് ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക്. ഹൗ ഇറ്റ് ലുക്സ്. സ്റ്റിഫറാണ്, അതങ്ങ് മാറും കേട്ടോ. എൻ്റെ ഫുൾ സാരിയിൽ ഈ ഒരു ഡയഗണൽ ആയിട്ടുള്ള ഒരു വീവിങ് സ്റ്റൈൽ. ആൻഡ് ദെൻ വി ഹാവ് പീച്ച് വിത്ത് വയലറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ യാണിൻ്റെ കൂടെ ബോഡിയിൽ വന്നിരിക്കുന്ന പീച്ചും കൂടെ വരുമ്പോൾ നമുക്കൊരു വയലറ്റ് ഫീൽ അവിടെ വരുന്നതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ലുക്ക്. രണ്ട് സൈഡിലെയും ബോർഡർ ഒരുപോലെ തന്നെയാണ്. ഒരു പാറ്റേൺ സെയിം, ഫുൾ സാരി സെയിം ലുക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഹെവി ഓർ ഹാപ്പനിങ്. എല്ലാ ഷെയ്ഡ്സിൻ്റെ അകത്തും ഈ ഒരു കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ത്രെഡ് തന്നെയാണ് വീവിങ് സ്റ്റൈൽസിനകത്ത് വന്നിരിക്കുന്നത്. പ്യുവർ കോട്ടൺ സാരീസുമാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ഫൈനലി സീ ഗ്രീൻ ഷെയ്ഡ് ആൻഡ് ദ പ്രൈസ് റേഞ്ചസ് 1759 LP 113 എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇതും ഒരു പ്ലസൻറ്റ്. ഇപ്പോൾ കണ്ട കളക്ഷൻസിൻ്റെ അകത്ത് ഈ ഒരു ഡിസൈനിൻ്റെ അകത്ത് വന്നിരിക്കുന്ന കളേഴ്സൊക്കെ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു പാലറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ലുക്ക്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store LP 113. അൺസ്റ്റിച്ച് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ, അതും ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നതാണ് കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇത്. ഫാബ്രിക്കിൻ്റെ ഒരു ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ കോട്ടൺ ഫാബ്രിക്കിൽ ഒരു സെൽഫ് വീവിങ് വന്നേക്കുന്ന ഫാബ്രിക്കാണ്. ആ ഒരു ഡോട്ട് പോലെ സെൽഫ് വീവിങ് ആണ് കേട്ടോ വന്നേക്കുന്നത്. ആൻഡ് ഇതിൽ യോക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി വന്നേക്കുന്നത് നമ്മൾ സാധാരണ ഹാൻഡ് എംബ്രോയിഡറി കാണുന്ന എല്ലാ സ്റ്റിച്ചസും വന്നിട്ടുണ്ട് കേട്ടോ. ലേസി, അതുപോലെ തന്നെ പുള്ളിയൻ നോട്ട്സ്, പിന്നെ റണ്ണിങ് സ്റ്റിച്ചസ്, സ്റ്റെം സ്റ്റിച്ച്, എല്ലാ സ്റ്റിച്ചസും വന്നേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഒരു സ്ക്വയർ ആൻഡ് യു നെക്ക് ചെയ്യാൻ പാകത്തിനാണ് ഇതിൻ്റെ ഒരു നെക്ക് ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ആൻഡ് ഒരു ബോക്സ് ഷേപ്പിൽ ഫ്രണ്ടിൽ യോക്ക് ഡീറ്റെയിലിംഗ് വരുന്ന ടോപ്പിൻ്റെ മെറ്റീരിയൽ, കോട്ടൺ മെറ്റീരിയൽ വരുന്ന സെയിം ടോണി വരുന്ന ബോട്ടം. ആൻഡ് ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ആൻഡ് ഇതിൻ്റെ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ഗ്രീൻ ടോണിലും, ആ ബോഡിയുടെ സെയിം ടോണിലും ഓഫ് വൈറ്റ് സ്റ്റോണി വരുന്ന വൈറ്റ് ഓഫ് വൈറ്റ് ഷെയ്ഡി വരുന്ന ആ ബേസ് സെൻറ്റർ പോർഷനുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് സ്കാറ്റർ ചെയ്ത് കൊടുത്തേക്കുന്ന ദുപ്പട്ടയിലും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്രോഷ്യ ലേസിൻ്റെ ഫൈൻ ഡീറ്റെയിലിംഗ് ദുപ്പട്ടയുടെ എല്ലാ കോർണേഴ്സിലും വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. അടുത്ത കളർ കണ്ടോ, ഇതിൽ പിങ്കിൽ സെയിം കളർ കോമ്പിനേഷൻ തന്നെ, പിങ്കിന് സൂട്ടാവുന്ന കളർ കോമ്പിനേഷനാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ലൈറ്റർ പിങ്കും ഡാർക്കർ പിങ്കും അതുപോലെ തന്നെ ഓഫ് വൈറ്റും ഒക്കെ ടോണിൽ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഫാബ്രിക് ഡീറ്റെയിലിംഗ് സെയിം തന്നെ, ഒരു സെൽഫ് വീവിങ് വന്നിരിക്കുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ദുപ്പട്ടയുടെ ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നതും സെയിം തന്നെ. ബോർഡറിൽ ആ ബേസ് കളറും സെൻറ്റർ പോർഷനിൽ വൈറ്റുമായിട്ടുള്ള നല്ലൊരു ദുപ്പട്ട. ആൻഡ് ഇതിൽ സ്കാറ്റർ ചെയ്തിട്ട് ബുള്ളിയൻ നോട്ട്സ് യൂസ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. കൊച്ചു ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത കളറും കൂടെ നമുക്ക് കണ്ടാലോ. അടുത്ത കളർ വന്നിരിക്കുന്നത് യെല്ലോ ആൻഡ് യെല്ലോയിൽ ഡാർക്ക് യെല്ലോ, ബ്രൗൺ ആൻഡ് ഒരു മസ്റ്റർഡ് കളറൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള, മസ്റ്റർഡ് യെല്ലോ ആണ് കേട്ടോ, മിക്സ് ചെയ്തിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ആൻഡ് സെയിം കളർ കോമ്പിനേഷനിൽ വരുന്ന, അതായത് വൈറ്റും മസ്റ്റർഡ് യെല്ലോയും കൂടെ കോമ്പിനേഷനിൽ വരുന്ന ഷിഫോൺ ദുപ്പട്ട.
ദുപ്പട്ടയിൽ ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ട് ആ കൊച്ചു കൊച്ചു എംബ്രോയിഡറി പാറ്റേൺ വന്നിട്ടുണ്ട് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ VAN കോഡിലാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. VAN 128 കോഡിൽ 1979 പ്രൈസ് റേഞ്ചിലാണ് ഭംഗിയുള്ള ഈ കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഗ്രാൻഡായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്ന ഈ കുർത്തി 1979 പ്രൈസ് റേഞ്ചിലാണ് ടോൺ സ്റ്റിച്ച് മെറ്റീരിയൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട് at www.aham.store.